ഇതെല്ലാ ക്യൂആനയിലും വളരെ കോമൺ ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സ്ട്രാറ്റജീസ് ഔട്ട്ഡേറ്റഡ് ആകുമോ, അല്ലെങ്കിൽ ബ്രോന്റെ സ്ട്രാറ്റജി കുറച്ച് കാലം കഴിയുമ്പോൾ ഉപയോഗിക്കാൻ പറ്റാതാകുമോ, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുമ്പോൾ ആ സ്ട്രാറ്റജിയുടെ വിൻ റേറ്റ് കുറയുമോ? ഇത് ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് കോമൺ, അല്ലെങ്കിൽ അതൊരു വരാൻ സാധ്യതയുള്ള ഡൗട്ട് തന്നെയാണ്. പക്ഷെ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് നോക്കുക. നമ്മളൊരു കാര്യം ചെയ്യുന്നു, ഫോർ എക്സാമ്പിൾ ഒരു ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജി, വളരെ സിമ്പിൾ ആയിട്ടൊരു മെത്തഡാണ്. അതായത് 2 സിങ്ക് പോയിന്റ്സ് കണക്ട് ചെയ്യുക, 3ാമത്തെ സിങ്ക് പോയിന്റ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ട്രേഡ് എക്സിക്യൂഷൻ ചെയ്യുന്നു. ഈ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ട്രെൻഡ് ലൈൻ മെത്തേഡ് യൂസ് ചെയ്തും പ്രോഫിറ്റബിൾ ആയിട്ട് കാലങ്ങളായിട്ട് മാർക്കറ്റിലുള്ള ആ വ്യക്തികൾ ഇപ്പോഴും അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് യൂട്യൂബർ ഉണ്ട്, ടോറി ട്രേഡ്സ്, ലേഡിയാണ്. പുള്ളിക്കാരുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ നോക്കിയാൽ കാണാം, ഒന്നുമില്ല, ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല. ജസ്റ്റ് 2-3 ട്രെൻഡ് ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുക, അത് ബ്രേക്ക്ഔട്ട് കാര്യങ്ങൾ കിട്ടുമ്പോഴത്തേക്കും അതിലെന്ത് ചെയ്യുക, ട്രേഡ്സ് പ്ലേസ് ചെയ്യുക. അപ്പോൾ എന്താണ് ഇവിടെ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് സൈക്കിൾ ചേഞ്ച് ആയി വരും. ഓക്കെ, ഒരിക്കലും ഒരേ മാർക്കറ്റ് കണ്ടീഷൻ അല്ല എല്ലാ സമയവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ശരിക്കും പറഞ്ഞാൽ സ്ട്രാറ്റജി അല്ല ചേഞ്ച് ആകുന്നത്, മാർക്കറ്റ് സൈക്കിൾ അല്ലെങ്കിൽ മാർക്കറ്റ് ഷിഫ്റ്റ് ആണ് സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ മെത്തേഡ് കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുക, സെയിം സാധനം തന്നെ എപ്പോഴും യൂസ് ചെയ്യുക. അത് ഏതൊക്കെ സിറ്റുവേഷൻസിൽ, ഫോർ എക്സാമ്പിൾ ബുള്ളിഷ് മാർക്കറ്റ് ആണെങ്കിൽ നിങ്ങളുടെ പ്രോബിലിറ്റി എത്ര ഉണ്ട്, നിങ്ങളുടെ മെത്തേഡിന്റെ പ്രോബിലിറ്റി എത്ര ഉണ്ട്, ബെയറിഷ് ആണെങ്കിൽ നിങ്ങളുടെ മെത്തേഡിന്റെ പ്രോബിലിറ്റി എത്ര ഉണ്ട്, സൈഡ് വേസ് ആണെങ്കിൽ ട്രേഡ്സിന്റെ എണ്ണം കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസുകൾ കൂടുന്നുണ്ടോ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നിടത്താണ് നിങ്ങൾ ഒരു പ്രോപ്പർ കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ജസ്റ്റ് കോപ്പി പേസ്റ്റ് പോലത്തെ കാര്യം ഒരിക്കലും ട്രേഡിംഗിൽ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കേസ്, സ്ട്രാറ്റജീസ് മാറ്റി കളിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. എല്ലാ സ്ട്രാറ്റജിയുടെയും പ്രോബിലിറ്റി സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ 50-50 ആണ്. ഓക്കെ, അതായത് നിങ്ങൾ ആദ്യമായിട്ട് ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ പ്രോബിലിറ്റി 50-50 ആയിരിക്കും. പിന്നെ അത് എപ്പോഴാണ് ഇമ്പ്രൂവ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളത് ട്രൈ ചെയ്ത് അതിലൂടെ കുറെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് ഏതൊക്കെ സിറ്റുവേഷൻസിൽ ഇതിനെ അവോയ്ഡ് ചെയ്യണം, ഇതിന് കൂടുതൽ പ്രോബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ശരിക്കും ആ സ്ട്രാറ്റജിയുടെ കോർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ലോങ് ടൈമിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതൊരു ട്രേഡറിന്റെയും യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ നിങ്ങൾക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, വർഷങ്ങളായിട്ട് അവർ ചെയ്യുന്ന ഒരേ മെത്തേഡുകൾ തന്നെ ആയിരിക്കും, ഒരേ സ്ട്രാറ്റജി തന്നെ ആയിരിക്കും. അതുപോലെ കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്യണമെങ്കിൽ ആ ഒരൊറ്റ വഴിയേ ഉള്ളൂ. പിന്നെ റിസ്ക് മാനേജ്മെന്റും, വൺ സ്ട്രാറ്റജി, വൺ പെയർ, പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ്, ദാറ്റ്സ് ഓൾ വി നീഡ്.